ഹായ് ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിവിഷൻ്റെ ഭാഗമായിട്ട് 6ാം ക്ലാസ്സിലെ സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ തിങ്കളും താരങ്ങളും. ഒരു ചെറിയ ചാപ്റ്ററാണ്, പക്ഷേ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ ഇതിലുണ്ട്. നമുക്ക് കൺഫ്യൂഷൻ വരുന്ന പോയിന്റുകൾ. അപ്പോൾ അത് പേപ്പറിൽ എന്ത് ചെയ്യണം, വീഡിയോ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, എഴുതി വെച്ചിട്ട് അത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യമായി നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നോക്കൂ, ഭൂമിക്ക് ഗോളാകൃതിയാണ് എന്ന് പറഞ്ഞാൽ അതേപോലെ നോക്കി കറക്റ്റായിട്ട് പറയണം. ഭൂമിയുടെ ഷേപ്പ് ഏതാണ്? ജിയോയിഡ് ആണ്. ജിയോയിഡ് PSC ചോദിച്ചുള്ള ചോദ്യമാണ്. ഭൂമിയുടെ ഷേപ്പ് ഏതാണ്? ജിയോയിഡ് ആണ്. ഓക്കെ, അതിനുശേഷം നോക്കൂ, ബഹിരാകാശത്ത് നിന്നുള്ള ഭൂമിയുടെ ചിത്രം എന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതിനുശേഷം നോക്കൂ, ഇവിടെ ഒരു പരീക്ഷണം കുട്ടികൾ നടത്തുന്നതുകൊണ്ട് അല്ലേ, മുകളിൽ ലൈറ്റ് കത്തിക്കുന്നു, താഴെ എന്ത് ചെയ്യുന്ന ഒരു ഗ്ലോബ് അല്ലേ, ഗ്ലോബിന്റെ മുകൾ ഭാഗത്ത് എന്ത് ചെയ്യുന്നു, അല്ലേ, പ്രകാശം വരുന്നു. അവിടെ എന്താണ്, നമ്മൾ ഭൂമിയിൽ സൂര്യൻ ഇത് എന്തിനാ പ്രതിനിധീകരിക്കുന്നത്? അതായത് സൂര്യൻ്റെ പ്രകാശം ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഒരു സമയത്ത് പതിക്കുന്നില്ല എന്ന് കാണിക്കാനാണ് അല്ലേ. നമ്മൾ രാത്രിയും പകലും ഉണ്ടാകുമെന്ന് പറയുന്നു അല്ലേ. അപ്പോൾ എങ്ങനെ രാത്രിയും പകലും ഉണ്ടാകുന്നത്? അപ്പോൾ രാത്രിയും പകലും ഉണ്ടാകുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ് അല്ലേ. അപ്പോൾ സൂര്യന് നേരെ വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യും, അവിടെ പകലായിരിക്കും, എതിർവശത്ത് എന്തായിരിക്കും, ഇരുട്ടായിരിക്കും. അതിനുവേണ്ടി കുട്ടികൾ നടത്തുന്നൊരു പരീക്ഷണമാണ് അവിടെ കാണിക്കുന്നത്. ഈ ഒരു പരീക്ഷണം കാണിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ബാക്കി പരീക്ഷണമൊന്നും നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. രാവും പകലും ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ഭൂമിയുടെ ഭ്രമണം. അതൊന്ന് ഓർത്തിരിക്കണേ. അതേപോലെ നോക്കൂ, ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം ഇതിവിടെയുണ്ട്. ഭൂമി പടിഞ്ഞാറോട്ട് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു. ഭൂമിയുടെ സഞ്ചാരം എങ്ങനെയാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക്. PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. PSCൻ്റെ ഒരു പ്രീവിയസ് ചോദ്യമാണ്, പഠിച്ചിരുന്നോണം. ഭൂമി പടിഞ്ഞാറോട്ട് നിന്ന് കിഴക്കോട്ടാണ് എന്ത് ചെയ്യുന്നത്, കറങ്ങുന്നത്. ഭൂമിയുടെ കറക്കം മൂലമാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത് അല്ലേ. ഈ 2 പോയിന്റ് എന്ത് ചെയ്യുക, ഈ ഭാഗത്ത് നിന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നോക്കി, ഇവിടെ ഉദയവും അസ്തമയവും കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് എന്ത് ചെയ്യുന്നു, തോന്നുന്നു. അങ്ങനെ നമ്മളങ്ങനെ കാണുന്നത് അല്ലേ. എന്നാൽ എന്ത് ചെയ്യുക, പിറ്റേന്ന് രാവിലെ വീണ്ടും കിഴക്കുതിക്കുന്നു. പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യൻ എങ്ങനെയാണ് വീണ്ടും കിഴക്കുതിക്കുന്നത് അല്ലേ. അപ്പം ഇതിന് കാരണമെന്ന് പറയുന്നതാണ്, ഭൂമിയുടെ ഭ്രമണം മൂലം സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറോട്ട് അസ്തമിക്കുന്നതായാണ് നാം എന്ത് ചെയ്യുന്നു, കാണുന്നു. മനസ്സിലായല്ലോ. അപ്പം ഭൂമിയുടെ ഭ്രമണമാണ് ഇതിന് കാരണം. ഈ ഒരു കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ പ്രഭാതത്തിൽ കിഴക്ക് കാണുന്ന സൂര്യനും ഉച്ചയ്ക്ക് തലയ്ക്ക് മുകളിലെത്തുന്ന സൂര്യനും വൈകിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യനും യഥാർത്ഥത്തിൽ സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല. സൂര്യൻ അവിടെ തന്നെയാണ്, ഭൂമിയാണ് എന്ത് ചെയ്യുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതേപോലെ നോക്കൂ, ഭൂമിയുടെ ഭ്രമണമാണ് ഉദയാസ്തമനങ്ങൾക്ക് കാരണം. അപ്പം ഇത്രയും നേരം പറഞ്ഞതിൻ്റെയും പോയിന്റ് എന്താണ്? ഉദയാസ്തമനത്തിന് കാരണം അല്ലെങ്കിൽ സ്ഥാനം മറന്നതിനൊക്കെ നമുക്ക് തോന്നുന്നത് എന്താണ് അതിൻ്റെ കാരണം? ബേസിക് കാരണം എന്താണ്? ഭൂമിയുടെ ഭ്രമണം. മനസ്സിലായല്ലോ. ചെയ്യുന്ന കാര്യമാണ്, PSC ചോദിക്കുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ഭൂമിയുടെ ഭ്രമണം മൂലം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശങ്ങളിലുള്ളവർക്ക് ഉദയവും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അസ്തമയവും അനുഭവപ്പെടുന്നു അല്ലേ. ഈ ഒരു കാര്യം ഓർത്തിരിക്കണം. അപ്പം എങ്ങനെയാണ് ഉദയവും അസ്തമയവും ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയില്ലേ. എന്താണ്? ഭൂമിയുടെ ഭ്രമണം മൂലം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശമുള്ളവർക്ക് അല്ലേ എന്ത് ചെയ്യുന്നു, അവർക്ക് ഉദയസമയം അല്ലേ, വെളിച്ചം വരും അല്ലേ. എന്നാൽ എന്താണ്, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അസ്തമയവും അനുഭവപ്പെടുന്നു. ഈ 2 കാര്യം എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തിരിക്കണം. ഇതുണ്ടോ, ഇവിടെ ഈ പന്ത് കണ്ടില്ലേ, ഒരു പരീക്ഷണം പോലെ കൊടുത്തിട്ടുണ്ട് അല്ലേ. മേലെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇത് തിരിയുമ്പോൾ എന്ത് ചെയ്യും, മുകൾ ഭാഗത്ത് എന്ത് ചെയ്യും, ഇരുട്ട് അല്ലേ, താഴേക്ക് ഇങ്ങനെ മാറി മാറി വരും. ഈ ഒരു കാര്യം നോക്കിയിരിക്കുക. ഈ ഒരു കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നോക്കി, ചന്ദ്രനെ നിരീക്ഷിക്കാം എന്നൊരു ടോപ്പിക്കുണ്ട്. ചന്ദ്രനെ നിരീക്ഷിക്കാം. നമ്മൾ അതൊന്നും നോക്കണ്ട, നമുക്ക് നോക്കേണ്ട കാര്യം നമുക്ക് നോക്കി പോവാം. എന്താണ്? ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം മാറി മാറി കാണുന്നത്. അപ്പം ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം മാറി മാറി കാണുന്നത്. അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 27 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഈ 27 എന്ന ആ ഡേറ്റ് എന്ത് ചെയ്യണം, ആ സമയം എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ, പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്, അതുകൊണ്ട് മറക്കരുത്, ഓർത്തിരുന്നോണം. ഓക്കെ, അടുത്ത് നോക്കിയ ഒരു ചോദ്യം. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട ഒരു സംഭവമാണെന്ത്, ഈ ഒരു ബോക്സ്. എന്താണ്, ഇത്ര നമുക്കൊന്ന് പഠിക്കണം അല്ല. ഈ ഒരു ബോക്സ് എന്താ നോക്കി,
ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിൻ്റെ പകുതി ദൃശ്യമാകുന്നു. അതിന് പറഞ്ഞ പേരാണത് അർദ്ധചന്ദ്രൻ. ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വേണേൽ ചോദിക്കാമെന്നാണ്. അപ്പം അർദ്ധചന്ദ്രൻ എന്ന് പറയുന്നത് ആരാണ്? ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്നു അല്ലേ, സൂര്യപ്രകാശം പതിക്കുന്നുണ്ട്. ആ പതിക്കുന്ന ഭാഗത്തിൻ്റെ പകുതി നമുക്ക് ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്നതിന് പറഞ്ഞ പേരാണത് അർദ്ധചന്ദ്രൻ. ഇനി നോക്കി, ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരുന്നതിന് പറഞ്ഞ പേരാണത് പൗർണമി അല്ലേ, പൗർണമി. ഇനി നോക്കൂ, ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നതിനാൽ ചന്ദ്രനെ കാണാൻ കഴിയില്ല. നമുക്ക് ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ കാണാൻ കഴിയാത്തൊരവസ്ഥയ്ക്ക് പറഞ്ഞ പേരാണത് അമാവാസി എന്ന് പറയും. അമാവാസി ഇരുട്ടായിരിക്കും അല്ലേ. ഈ ഒരു 3 കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. എന്താണ് പൂർണ്ണചന്ദ്രൻ, അല്ലെങ്കിൽ എന്താണ് പൗർണമി, എന്താണ് അർദ്ധചന്ദ്രൻ, അല്ലെങ്കിൽ എന്താണ് അമാവാസി, എന്ത് ചെയ്യുക നോക്കുക. ഓക്കെ, ഇവിടെ 1, 3, 5 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ 1, 3, 5 അത് നമുക്ക് വേണ്ട. അതേതാണ്? ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാം, ഇവരുടെ ചന്ദ്രൻ്റെ പാതയാണ് കൊടുത്തത്. 1, 2 ഈ പാതയാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെൻ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ചന്ദ്രൻ പ്രകാശം പതിക്കുന്ന ഭാഗത്തിൻ്റെ പകുതി ദൃശ്യമാകുന്നു, അങ്ങനെ കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പഠിക്കേണ്ടതാണ് എന്താണ് അർദ്ധചന്ദ്രൻ, എന്താണ് പൗർണമി, എന്താണ് അമാവാസി എന്ന് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. നോക്കിയേ, വായിച്ചു ശ്രദ്ധിച്ചോ. പരിക്രമണ പാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസങ്ങൾ മൂലമാണ് എന്തുണ്ടാകുന്നത്? വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം എന്താണ് സ്റ്റേറ്റ്മെൻറ്റിന് പറ്റിയ സാധനം അല്ലേ. നമ്മളോട് ശരിയോ തെറ്റോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കുടുങ്ങും. എന്താണ് പരിക്രമണ പാതയിൽ? പരിക്രമണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നു, പരിക്രമണം ചന്ദ്രൻ ചുറ്റുന്നു അല്ലേ. അപ്പോൾ പരിക്രമണ പാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസങ്ങൾ മൂലമാണ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. എത്ര മനസ്സിലായല്ലോ? ഇനി അടുത്ത് നോക്കിയേ, എന്താണ് ഈ വൃദ്ധി അല്ലെങ്കിൽ ക്ഷയം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതിന് പറഞ്ഞ പേരാണത് വൃദ്ധി എന്ന് പറയുക. അപ്പം നമ്മൾ അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതിന് പറഞ്ഞ പേരാണത് വൃദ്ധി. എന്നാൽ എന്താണ് ക്ഷയം നോക്കിയേ? ക്ഷയം എന്ന് പറയുന്നത് പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്നും കാണുന്നത് കുറഞ്ഞു വരുന്നതാണ് ക്ഷയം എന്ന് പറയുക. കുറഞ്ഞു വരുന്നതിന് പറഞ്ഞ പേരാണത് ക്ഷയമെന്ന് പറയാം. മനസ്സിലായല്ലോ? ഓക്കെ, ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പൗർണമിക്ക് ശേഷം ചന്ദ്രക്കല ചെറുതായി വരുന്നതിന് പറഞ്ഞ പേരാണത്, ആ പ്രതിഭാസമാണത് ക്ഷയമെന്ന് പറയുക അല്ലേ. അപ്പോൾ വൃദ്ധി എന്ന് പറയുന്നതാണ് അമാവാസിക്ക് ശേഷം ചന്ദ്രക്കല വലുതായി വരുന്ന പ്രതിഭാസമാണത് വൃദ്ധി അല്ലേ. അപ്പോൾ ശരിയോ തെറ്റോ, ഇത് തെറ്റായത് ഏതാണെന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു സാധനം ചന്ദ്രൻ്റെ ഭ്രമണ സവിശേഷത എന്നൊരു ടോപ്പിക്കുണ്ട്. അതിൽ നമുക്ക് എന്താണ് കുറേ കഥകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് വേണ്ട അല്ലേ. നമുക്ക് പഠിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണ്, ചന്ദ്രൻ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു, ചന്ദ്രൻ 27.25 ദിവസം എടുത്താണ് ഭൂമിയെ എന്ത് ചെയ്യുന്നത്, ഒരു തവണ പരിക്രമണം ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആ ഡേറ്റ് മാർക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ഇത് നോക്കി, ഇതേ സമയമെടുത്താണ് ഒരു തവണ ഭ്രമണവും പൂർത്തിയാക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ ഭ്രമണ സമയവും പരിക്രമണ സമയവും എന്താണ്, തുല്യമാണ്. അതുകൊണ്ടാണ് ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം ഭൂമിക്ക് അഭിമുഖമായി വരുന്നതെന്ന് ചോദിച്ചാൽ എന്താ പറയുക, ചന്ദ്രൻ്റെ ഭ്രമണ സമയം അല്ലേ, പരിക്രമണ സമയം എത്രയാ, 27.25 അല്ലേ. അതാണെന്ത്, ദിവസമാണെന്ത് ചന്ദ്രൻ്റെ പരിക്രമണ സമയം. അതേ സമയം എടുത്താണെന്ത് ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ ഭ്രമണവും പരിക്രമണ സമയം എന്താണ്, 27.25 ദിവസമാണ്. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോൾ ഇത് ചെയ്യാം, രാവിലെ പകൽ സമയത്ത് സൂര്യൻ കാണാം, രാത്രി ചന്ദ്രൻ മാത്രമാണോ കാണുന്നത്? അല്ല, മാനത്തെ ചങ്ങാതിമാർ എന്ന ടോപ്പിക് ഇവിടെയുണ്ട്. മാനത്തെ ചങ്ങാതിമാർ എന്ന് പറഞ്ഞാൽ മാനത്ത് വേറെ ആരുണ്ട്, നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കി, നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് നിന്ന് നിരീക്ഷിച്ചാൽ ഒരേ സമയം ഏകദേശം 3000 നക്ഷത്രങ്ങൾ കാണാം. ഭൂമിയുടെ ഭ്രമണം മൂലം നക്ഷത്രങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഒരു രാത്രി മുഴുവൻ നിരീക്ഷിച്ചാൽ ഏതാണ്ട് 6000 നക്ഷത്രങ്ങൾ കാണാനാകും. ഒരു ദൂരദർശിനി ഉപയോഗിച്ച് നിരീക്ഷിച്ചാൽ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ കാണാം. അനേകം കോടി നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്.
എന്താണ് ഒരു ചെറിയ കുറച്ച് ഫാക്റ്റുകൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് നോക്കണം, ഒന്ന് ചെറുതായിട്ട് വായിച്ചാൽ മതി. നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് നിരീക്ഷിച്ചാൽ നമുക്ക് എത്രയാം ഏകദേശം 3000 നക്ഷത്രങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. മനസ്സിലായില്ലേ? ഇനി നോക്കി, ഭൂമിയുടെ ഭ്രമണം മൂലം നക്ഷത്രങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. അതൊന്ന് സ്റ്റേറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കുന്ന പോലെ ഒന്ന് പഠിച്ചോണം. എന്താണ് നക്ഷത്രങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുക, ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതിന് കാരണം എന്താണ്, ഭൂമിയുടെ ഭ്രമണമാണ് എന്ന കാര്യം എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തിരിക്കണം. അത്രയേ ഈ ഭാഗത്തിലുള്ളൂ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കി നക്ഷത്രങ്ങളുടെ ആകൃതി എന്താണ്. നക്ഷത്രങ്ങളുടെ ആകൃതി, നമ്മൾ നക്ഷത്രം എന്ന് പറഞ്ഞ ആകൃതിയാണ് നമ്മുടെ കടയിൽ പോയി മേടിക്കാൻ കിട്ടുന്ന നക്ഷത്രത്തിന്റെ ആകൃതി കാണുന്നതൊക്കെ അല്ല. എന്താണ്, വണ്ടി 5 കാലുള്ള നക്ഷത്രം ഉണ്ടായിരുന്നു, പിന്നെ എന്താണ് അത് 5 മാറി ഇല്ലേ 10 ആയി അല്ലേ, അല്ലെങ്കിൽ എന്താണ് ഈ നക്ഷത്രമായി അല്ലെ വാൽനക്ഷത്രം പോലെയായി. ഈ രീതിയിലൊക്കെയാണ് പണ്ടിയായി ഇപ്പോഴത്തെ നക്ഷത്രങ്ങളുടെ ഷേപ്പ് നമ്മുടെ മനസ്സിലുള്ളത് അല്ലേ. ഇനി നമുക്ക് നോക്കി അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു സാധനം ഇതാണ്. ഏതാണ്? സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്ന കാര്യം ഓർത്തിരിക്കണം. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് ഇത് നക്ഷത്രങ്ങൾ. ഇത്ര മനസ്സിലായോ? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായ ദിശമാറ്റത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നത്. ഈ കാര്യം ഒന്ന് ഓർത്തു വെക്കണം. അപ്പം നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നാൻ കാരണം എന്താണ്? അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ ദിശാമാറ്റത്തിന് എന്ത് ചെയ്യുന്നു, വിധേയമാകുന്നു. അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് തോന്നുന്നത്. ഈ പ്രതിഭാസത്തിന് പറഞ്ഞ പേരെന്താണ്? അപവർത്തനം എന്ന് പറയും. അപവർത്തനം ഒന്ന് ഓർത്തിരുന്നോണേ, ഇമ്പോർട്ടൻ്റ് ആണ്. PSC ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. അടുത്ത് നോക്കി, നക്ഷത്രങ്ങളുടെ വലിപ്പം അല്ലേ. നക്ഷത്രങ്ങളുടെ വലിപ്പം ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? അത് സൂര്യനാണ് അല്ലേ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ സൂര്യനുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് കൂടെ കൊടുത്തിട്ടുള്ളതാണ്. 12 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ കഴിവുള്ള നക്ഷത്രമാണ് സൂര്യൻ. 12 ലക്ഷം ഭൂമികൾ അല്ലേ നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഭൂമി അല്ലേ. അങ്ങനെ 12 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ വലിപ്പമുള്ള നക്ഷത്രമാണിത് സൂര്യൻ. ഒന്ന് ഓർത്തു വെച്ചോണം. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമായതുകൊണ്ട് ഒന്ന് ഓർത്തു വെച്ചോണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കി. 12 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കി. ചെറുതാണോ? അല്ല, നമുക്ക് ഊഹിക്കാൻ പറ്റാത്തതിനേക്കാളും അല്ലെ അതിലും വലിയ എന്താണിത് സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം. ഇത്ര ഓക്കെ ആണല്ലോ. കാണിച്ചു തരാം. എന്താണ് ഈ ഒരു ഭാഗം? ഏതാണ് ഈ ഒരു ഭാഗം? അതിലേതാണ് ആൽഫ സെഞ്ചുറി അല്ലെങ്കിൽ സെന്റോറി എന്ന് പറയുന്ന നക്ഷത്രത്തെക്കുറിച്ച് നോക്കി. അമേരിക്കയിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്താൽ ഇന്നത്തെ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് അതേ സെക്കൻഡിൽ കേൾക്കാനാകും. അത്ര ഒക്കെയാണല്ലോ. എന്നാൽ നാം കാണുന്ന നക്ഷത്രങ്ങളിൽ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ആൽഫ സെന്റോറി എന്ന നക്ഷത്രത്തിൽ നിന്ന് ഫോൺ ചെയ്താൽ ആ ശബ്ദം ഭൂമിയിലെത്താൻ 4 വർഷത്തിലധികം വേണ്ടി വരും. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ അകലൊന്നും ആലോചിച്ച് നോക്കി. നമ്മൾ സൂര്യൻ കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്താന്നൊക്കെ പറഞ്ഞു, എങ്കിലും എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞൊരു എക്സാമ്പിളാണിത്. അതായത് അമേരിക്കയിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്താൽ എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ അല്ലേ നെറ്റ് സംവിധാനവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യും, അതേ സെക്കൻഡ് നമുക്ക് എന്ത് ചെയ്യും ഇവിടെ കേൾക്കാൻ പറ്റും. ഫാസ്റ്റ് ആണ് അല്ലേ. എന്നാൽ നോക്കി, ദൂരം ഉള്ളത് കൊണ്ട് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ നമുക്ക് ആൽഫ സെഞ്ചുറിയിൽ നിന്ന് നമുക്കൊരു ഫോൺ ചെയ്താലല്ലേ ആ ശബ്ദം ഭൂമിയിലെത്താൻ 4 വർഷത്തിലധികം വേണ്ടി വരും. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. അപ്പം നമ്മുടെ അടുത്താണ്, സൂര്യൻ കഴിഞ്ഞാൽ അടുത്താന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ ദൂരം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അടുത്തൊരു ടോപ്പിക് ഉണ്ട് ഇവിടെ. മാനത്തെ ചിത്ര പുസ്തകം എന്നാണ് കൊടുത്തേക്കുന്നത് ഹെഡിങ്. മാനത്തെ ചിത്ര പുസ്തകം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ നമുക്ക് നോക്കിയേക്കാലോ. അപ്പം നമ്മളെ ആകാശത്തേക്ക് രാത്രി നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു നക്ഷത്രങ്ങൾ അടുത്തടുത്ത് എടുത്ത് നിൽക്കുന്നത് കാണാം അല്ലേ. അത് നമ്മൾ കൂട്ടി യോജിപ്പിച്ചാൽ നമ്മൾ ചെറിയ ബാലരമയിലും ബാലമംഗളത്തിലൊക്കെ കാണാം അല്ലെ. പണ്ടത്തെ ചെറിയ കുട്ടികളുടെ പുസ്തകത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, കുത്തുകൾ യോജിപ്പിച്ചൊരു പിക്ചറാക്കി എടുക്കുന്ന പോലെ. അങ്ങനെ ചില നക്ഷത്രങ്ങളുടെ എന്ത് ചെയ്യുക, അകലവും ദൂരവും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, പതുക്കെ എന്ത് ചെയ്യുക, ഒരു വരച്ചൊരു വര പോലെ ആക്കിയെടുത്താൽ ചില രൂപങ്ങൾ കിട്ടും അല്ലേ. അപ്പം നമുക്കിവിടെ പഠിക്കേണ്ട ഒരു സംഭവങ്ങളാണ്. കുറച്ച് 2-3 സാധനങ്ങളോട് നോക്കി. എന്തൊക്കെയാണ്? ബിഗ് ഡിപ്പർ, അതേപോലെ നോക്കൂ സപ്തർഷികൾ അല്ലേ. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങളാണ്. അവരപ്പോൾ ചേർത്ത് വരച്ചാൽ കിട്ടുന്ന ഏകദേശം ഒരു ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പേര് വിളിക്കുന്നു. ഇനി എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം നോക്കിയോ, ആദ്യത്തെ പോയിന്റ് നോക്കിക്കോ, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിക്കോ. നമ്മൾ നോക്കാതെ പോയാൽ നമുക്ക് കിട്ടത്തില്ല. നോക്കി, ആകാശത്ത് വടക്ക് ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള 7 നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ചാൽ ലഭിക്കുന്ന ചിത്രമാണിത് എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയ പാശ്ചാത്യർ ഈ നക്ഷത്രക്കൂട്ടത്തിന് വലിയ തവി എന്നർത്ഥം വരുന്ന ബിഗ് ഡിപ്പർ എന്ന പേര് നൽകി. അപ്പോൾ ബിഗ് ഡിപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശത്ത് വടക്ക് ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള 7 നക്ഷത്രങ്ങൾ നമ്മൾ ചേർത്ത് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരു തവീൻ്റെ ഷേപ്പിൽ കിട്ടും അല്ലേ. ഈ ഇത് നോക്കിയോ,
ഇത് നമ്മൾ ചേർത്ത് വരച്ചാൽ എങ്ങനെ കിട്ടും? ഒരു തവിയുടെ ഷേപ്പിലൊക്കെ ഇങ്ങനെ കിട്ടും, ഏകദേശമൊക്കെ കിട്ടും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ വിളിക്കുന്ന പേരാണിത് ബിഗ് ഡിപ്പർ. അപ്പോൾ ഏത് ഭാഗത്താണ്? വടക്ക് ഭാഗത്ത്. ഈ ഒരു എത്ര നക്ഷത്രങ്ങളാണ്? 7 എണ്ണം. ഈ ഒരു കാര്യം അപ്പോൾ 7 വടക്ക് ഭാഗത്താണെന്ന കാര്യം ഓർത്തിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പം പാശ്ചാത്യരാണ് എന്ത് വിളിച്ചത്? ബിഗ് ഡിപ്പർ എന്ന് വിളിച്ചത്, അല്ലെങ്കിൽ വലിയ തവി എന്ന മീനിങ് ഉള്ള ബിഗ് ഡിപ്പർ എന്ന് വിളിച്ചത് അല്ലേ? എന്ന് നോക്കി, ഭാരതീയർ ഇവയെ വിളിച്ച പേരാണ് സപ്തർഷികൾ. അപ്പൊ സപ്തർഷികൾ, ബിഗ് ഡിപ്പർ അല്ലേ? അല്ലെങ്കിൽ അതൊക്കെ എന്താണ്? ഒരു സംഭവം തന്നെയാണ്. ആകാശത്ത് വടക്ക് ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള 7 നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ചാൽ കിട്ടുന്ന അതിന് പറഞ്ഞ പേരാണത് ഈ ഒരു പേര് ബിഗ് ഡിപ്പർ എന്ന് പാശ്ചാത്യർ വിളിക്കും, ഭാരതീയര് സപ്തർഷികൾ എന്ന് വിളിക്കും. ഇനി നോക്കിയ ഇമ്പോർട്ടൻ്റ്, ഡിസംബർ ജനുവരി മാസങ്ങളിലിവയെ അർദ്ധരാത്രിയോടെ കാണാം. അപ്പം ഇതും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോണം. എന്താണ് ഈ ബിഗ് ഡിപ്പറുമായിട്ട് അല്ലേ? നമുക്ക് 2-3 ചോദ്യങ്ങൾ ചോദിക്കാം. ഇതിൻ്റെ ആകാശത്തിൻ്റെ വടക്ക് ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള 7 നക്ഷത്രങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബിഗ് ഡിപ്പർ, അല്ലെങ്കിൽ ഭാരതീയർ ഇതിനെ വിളിക്കുന്ന പേരാണ് സപ്തർഷികൾ അല്ലേ? ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇവയെ അർദ്ധരാത്രിയോടെ കാണാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, തെറ്റിച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻ തരാം. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവനെ എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ ആണല്ലോ? അടുത്ത് നോക്കി, നമ്മൾ സപ്തർഷികൾ നമ്മൾ പഠിച്ചു അല്ലേ? സപ്തർഷികൾ നമ്മൾ പഠിച്ചു അല്ലേ? ഇനി നോക്കൂ, നമുക്ക് അടുത്ത ഒരെണ്ണമാണ് വേട്ടക്കാരൻ. എന്ന് വെച്ചാൽ എന്താ നോക്കി, പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന ഒരു നക്ഷത്രഗണമാണേത്? വേട്ടക്കാരൻ എന്ന് പറയാം. ഓക്കെ ആണല്ലോ? നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ. അതേപോലെ നോക്കൂ, വേട്ടക്കാരൻ്റെ വാളും തലയും ചേർന്ന് വരയ്ക്കുന്ന രേഖ ചെന്നെത്തുന്ന എവിടെയാണ്? ധ്രുവ നക്ഷത്രത്തിലാണ്. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കണം. അടുത്ത് നോക്കി, ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം തലയ്ക്ക് മുകളിൽ കാണാം. എവിടെ ഇപ്പോൾ കാണാം? നമുക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ മുകളിൽ എന്ത് ചെയ്യാൻ കാണാൻ പറ്റും, നമ്മുടെ തലയ്ക്ക് മുകളിൽ കാണുന്ന. ഓക്കെ, അതേപോലെ നോക്കൂ, ഇതിൻ്റെ വലതു ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രമാണ് തിരുവാതിര. ഈ ഒരു കാര്യം മറക്കല്ലേ, ഓർത്തോണം. ഇപ്പോൾ ഇത്ര എന്താണിത്, നമ്മൾ വേട്ടക്കാരൻ ഏകദേശം കുറേ നക്ഷത്രങ്ങളുടെ ഗ്രൂപ്പാണ് നമ്മൾ ചേർത്ത് വരയ്ക്കും, ഏകദേശം ഈ ഷേപ്പ് കിട്ടും. ഈ ഷേപ്പ് പിന്നെ കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിൽ നമ്മൾ ആലോചിക്കണം, ഊഹിക്കണം, ഇങ്ങനെയൊക്കെ അതാണ് എന്ന ഷേപ്പ് എന്ത് ചെയ്യണം, നമ്മളൊരു നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് കൊണ്ടെത്തിക്കണം. ഓക്കെ, എന്നാൽ അത് അങ്ങനെ വരച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഭാഗത്തായിട്ട് എന്ത് ചെയ്യും, ഒരു നക്ഷത്രത്തെ കാണാം അല്ലേ? അതിന് പറഞ്ഞ പേരാണിത് തിരുവാതിര. ഓക്കെ ആണല്ലോ? ഇതൊന്ന് പറഞ്ഞു നോക്കി, ഒക്ടോബർ മുതൽ ഡിസംബർ മാസങ്ങൾ വരെ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കാശ്യപിയെ കാണാം. കാശ്യപി എന്ന് പറഞ്ഞ അടുത്ത നക്ഷത്രം ഒരു ഗണമാണ്. എന്ത് ചെയ്യുക, അതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ? എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് എന്ന് പറയാ? ഇങ്ങനെ അല്ലേ? ഇതാണ് അതിൻ്റെ ഷേപ്പ് എന്ന് പറയാ. കണ്ടില്ലേ, ഫോട്ടോ കണ്ടില്ലേ? ഇതാണ് അവൻ്റെ ഷേപ്പ് എന്ന് പറയാ. ഇത്ര ഓക്കെ ആണല്ലോ? ഇനി മലയാള മാസങ്ങളും താരാഗണങ്ങളും എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തലയ്ക്ക് മുകളിൽ നിന്ന് അല്പം മാത്രം തെക്കുമാറി കാണുന്ന ശോഭയുള്ള ഒരു കൂട്ടം നക്ഷത്രങ്ങളാണ് ചിത്രത്തിൽ. ഏതാ ചിത്രത്തിൽ? കണ്ടോ ഈ തേളിൻ്റെ ഷേപ്പുള്ള ചിത്രം? ഇനി നോക്കിയേ, ഇവയെ ക്രമമായി യോജിപ്പിച്ചാൽ ഏത് രൂപമാണ് ലഭിക്കുന്നത്? ഏത് രൂപമാണ് ലഭിച്ചത്? ഏകദേശം തേളിൻ്റെ ഷേപ്പാണ് ലഭിച്ചത് അല്ലേ? ആകാശത്തെ ഈ കൂറ്റൻ തേൾ രൂപമാണ് വൃശ്ചികം. അപ്പോൾ വൃശ്ചികത്തിൻ്റെ ഷേപ്പ് എന്താണ്? തേൾ രൂപമാണെന്ന കാര്യം ഓർക്കണം. ഓക്കെ, അത് കാണുന്ന എപ്പോഴാണ്? ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണെന്ന് ഓർക്കുക. ഓക്കെ ആണല്ലോ? ഇനി ഏത് ഭാഗത്താണ് കാണുന്നത്? തലയ്ക്ക് മുകളിൽ നിന്ന് അല്പം മാത്രം തെക്ക് മാറി തെക്ക് സൈഡിലേക്ക് നീങ്ങിയിടം എന്ത് ചെയ്യുക, അവയെ കാണാറുള്ളത് അല്ലേ? അടുത്ത് നോക്കി, വൃശ്ചികം എന്നത് മലയാളത്തിൻ്റെ കൂടി പേരാണല്ലോ അല്ലേ? വൃശ്ചികം എന്നത് ഒരു മലയാള മാസത്തിൻ്റെ കൂടെ പേരാണ്, നമുക്കറിയാം. അതുപോലെ 12 മാസങ്ങളുടെ പേരിൽ ഓരോ നക്ഷത്രക്കൂട്ടങ്ങൾ ആകാശത്ത് സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഓർക്കണം. സ്റ്റേറ്റ്മെൻ്റൊക്കെ പോലെ ചോദിക്കാം. നമ്മൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, ഒന്ന് ഓർക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷേപ്പ് തേളിൻ്റെ ഷേപ്പാണ് എന്ന കാര്യം ഒക്കെ ഒന്ന് ഓർക്ക്. എവിടെയാണ് കാണപ്പെടുന്നത്, ഏത് മാസത്തിലാണ് കാണപ്പെടുന്നത്? അപ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ ഇന്ന് നമ്മൾ 3 നക്ഷത്രത്തിൻ്റെ പേര് പറഞ്ഞു അല്ലേ? കുറച്ച് മാസത്തിൻ്റെയും പേര് പറഞ്ഞു. കണ്ടോ, ഇവിടെയാണെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച്, ഇവിടെയാണെങ്കിലോ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം. അപ്പോൾ ഈ മാസമൊക്കെ എന്ത് ചെയ്യുക, നമ്മൾക്ക് പണി തരാൻ നല്ല സാധനമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കേണ്ട ഭാഗങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതേപോലെ നോക്കൂ, നമുക്ക് പ്രത്യേകിച്ച് എന്തെല്ലാമാണ് ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ നമുക്ക് നേടിയതെന്ന കാര്യം കൂടി ജസ്റ്റ് നോക്കാം. എന്തൊക്കെ അറിവ് കിട്ടിയെന്ന് നമുക്ക് ഓടിച്ച് നോക്കാം കേട്ടോ. സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കായി തോന്നുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. ആ കാര്യം നമ്മൾ പഠിച്ചു. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് മൂലമാണ് ഓരോ ദിവസവും നാം എന്ത് ചെയ്യുന്നത്, ചന്ദ്രൻ്റെ കാണുന്ന സ്ഥാനം മാറി മാറി വരുന്നത് അല്ലേ? അതേപോലെ നോക്കി,
ചന്ദ്രന് വൃദ്ധിക്ഷയം ഉണ്ടാകുന്നത് ഇതെങ്ങനെയാണ് നമ്മൾ പഠിച്ചു. വൃദ്ധിക്ഷയം എങ്ങനെയാ അല്ലെ പഠിച്ചായിരുന്നു. ചന്ദ്രന്റെ ഒരു മുഖം മാത്രം ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ അതും പഠിച്ചു അല്ലേ. അതേപോലെ നോക്കി, നക്ഷത്രക്കൂട്ടങ്ങളെ തിരിച്ചറിയാനും നക്ഷത്രത്തിന് മറ്റുള്ളവരെ സഹായിക്കാനും കഴിയുന്നു അല്ലേ. എന്താ, നക്ഷത്രക്കൂട്ടങ്ങളെ തിരിച്ചറിയാനും നക്ഷത്ര നിരീക്ഷണത്തിന് മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് കഴിയും. അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പഠിച്ചില്ലേ, ഏത് മാസത്തിലാണ് എവിടെയാണ് കാണുന്നത് പഠിച്ചില്ലേ. അടുത്ത് നോക്കി, ചില ഗ്രഹങ്ങളെ ആകാശത്ത് നിരീക്ഷിക്കാനും തിരിച്ചറിയാനും കഴിയുന്നു എന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, നമുക്കത് വേണ്ടാത്തതുകൊണ്ട് നമ്മളങ്ങ് ഡിസ്കസ് ചെയ്തില്ല. നോക്കി, സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഇവയിൽ ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങളെ രാത്രികാലങ്ങളിൽ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയും. അത് ഒന്ന് പഠിച്ചു വെച്ചോണം. ഏതൊക്കെയാ? ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി. ഈ 5 നക്ഷത്രങ്ങളെ ചില കാലങ്ങളിൽ രാത്രി ആകാശത്ത് നമ്മുടെ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയും. മനസ്സിലായില്ലേ? ഗ്രഹങ്ങൾ പൊതുവെ മിന്നുന്നില്ല. നക്ഷത്രങ്ങളെക്കാളും കൂടിയ തിളക്കത്തിലും വലിപ്പത്തിലുമാണ് പൊതുവെ ഇവയെ കാണുന്നത്. സ്കൂളിൽ ഒരു വാന നിരീക്ഷണ പരിപാടി സംഘടിപ്പിച്ച് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പരിചയപ്പെടൂ. നമുക്കൊരു പണിയും തന്നേക്കും അല്ലേ സ്കൂൾ കുട്ടികൾക്ക് അല്ലേ. അപ്പോൾ നമുക്കൊന്നും വേണ്ട, നമുക്ക് വേണ്ട രണ്ട് കാര്യം ഏതാണ്? ഈ 2 കാര്യമാണ്, ഈ പച്ച അല കൊടുത്ത 2 കാര്യമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏതെല്ലാമാണ് സ്റ്റേറ്റ്മെൻ്റ് ആണൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്കിതൊക്കെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യില്ല, കൺഫ്യൂഷൻ കിട്ടത്തില്ല. അപ്പോൾ ഏതെല്ലാം ഗ്രഹങ്ങളെയാണ് നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യുക, എത്ര പഠിപ്പിച്ചാണെങ്കിലും എന്ത് ചെയ്യുക, പെട്ടെന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്കിലുള്ളതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചോണം. ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി. ഓക്കെ, ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. അപ്പം അത് നമ്മൾ പഠിച്ചു. അടുത്ത് നോക്കിയേ, ചില ഗ്രഹങ്ങളെ ആകാശത്ത് നിരീക്ഷിക്കാൻ പഠിച്ചു. ഏകദേശം 5 നക്ഷത്രങ്ങളാണെന്ന് പഠിച്ചു അല്ലേ. ഭൂമിയുടെ ഭ്രമണം, ചന്ദ്രൻ്റെ പരിക്രമണം എന്നിവ സൂചിപ്പിക്കുന്ന ഉപകരണങ്ങൾ അത് നമ്മൾ ചെയ്തില്ല. അപ്പം നമുക്ക് നോക്കണ്ട, നമുക്ക് വേണ്ട കാര്യം നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സുഹൃത്തുക്കൾക്ക് ദയവേദി എന്ത് ചെയ്യണം, ഒന്ന് അയച്ചു കൊടുക്കണം. ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ വീണ്ടും നമുക്ക് നല്ല നല്ല വീഡിയോകൾ ചെയ്യാനൊരു ഉഷാറൊക്കെ ഉണ്ടാവുള്ളൂ. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.